ആലോചന അധികാരമായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുര്യച്ചൻ ഫിലിപ്പിൽ നിന്ന് കേൾക്കാൻ പോവുകയാണ്. മടങ്ങിവരവിൻ്റെ അടയാളങ്ങൾ, സൈൻസ് ഓഫ് ഹിസ് റിട്ടേൺ. അതാണ് നാം കേൾക്കാൻ പോകുന്ന. കരങ്ങളടിച്ച് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നന്ദി തിരുനാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം ദൈവ വചനത്തിന് മുമ്പാകെ ഇപ്രകാരം നമുക്കായിരിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കിയതായ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സകല സ്തുതിയും മഹത്വവും ബഹുമാനവും അവിടുന്ന് അർപ്പിക്കുകയാണ്. ഈ 20ാമത് IPC ഫാമിലി കോൺഫറൻസ്, പ്രത്യേകിച്ച് കാനഡയിലുള്ളതായ IPC ദൈവമക്കൾ കർത്താവിൻ്റെ ദാസന്മാർ അനേക നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായ ഒരു മനോഹരമായ ആഗ്രഹമാണ്, സ്വപ്നമാണ്. അതിൻ്റെ സാക്ഷാത്കാരമാണ് ഈ ദിവസങ്ങളിൽ എഡ്മണ്ടിൽ വെച്ച് നടക്കുന്നതായ ഈ IPC ഫാമിലി കോൺഫറൻസ്. അതിൻ്റെ നേതൃത്വം കിടക്കുന്നതായ പാസ്റ്റർ സാം വർഗീസ്, തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാരെ ഓർത്തുകൊണ്ട്, സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്റ്റേജിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് മുന്നമേ കർത്താവിൻ്റെ വനം സംസാരിച്ച പാസ്റ്റർ രബി പീറ്ററിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുവാൻ ദൈവം അവസരങ്ങളെ തന്നു. ഇന്ന് ഇവിടെയും ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് ശേഷം ശുശ്രൂഷിക്കുന്നതായ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി പകൽക്കാലം പ്രിയ ബദൽ ജോൺസൺ പാസ്റ്റർ നമ്മോട് ദൈവവചനം തുടർന്ന് സംസാരിക്കുമ്പോൾ എന്താണോ ഞാൻ വിട്ടുപോയിട്ടുള്ളത്, ഞങ്ങൾ രണ്ടും പറയുവാൻ വേണ്ടി എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദാസൻ പിന്നാലെ അതെല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ആലോചന തുടർന്ന് തരുമല്ലോ. കർത്താവിൻ്റെ ദാസനെ ഓർത്തുകൊണ്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. മനോഹരമായി മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ബാബു തോമസ്, കർത്താവിൻ്റെ ഭൃത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സദസ്സിലായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർ, വാത്സല്യ സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. എനിക്കറിയാം ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഫാമിലി കോൺഫറൻസ് നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ വളരെയധികം പ്രത്യാശ പകരുകയും ആനന്ദം പകരുകയും നമ്മുടെ ലക്ഷ്യമെല്ലാം എത്രയും വേഗം മടങ്ങി വരുന്ന കർത്താവിൻ്റെ വരവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുങ്ങുന്ന ഈ മനോഹരമായ ദിവസങ്ങൾ നമ്മുടെ അന്തരാത്മാവിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, പ്രത്യാശ വർദ്ധിക്കുവാൻ, എവിടെയാണോ ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് അത് വരുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന നിമിഷങ്ങളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്രകാരം പ്രത്യാശ പകരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ തീമാണല്ലോ ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. കർത്താവിൻ്റെ ദാസൻ നമുക്ക് മുന്നമേ സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായി ദൈവത്തിന്റെ ആലോചന നമ്മോട് അറിയിച്ചു. ദ പ്രോമിസ് ഓഫ് ഹിസ് റിട്ടേൺ, കർത്താവായ യേശുവിന്റെ മടങ്ങി വരവിന്റെ വാഗ്ദത്തങ്ങളെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായി നമ്മളോട് പങ്കുവെക്കുവാൻ ഇടയായി തീർന്നു. തുടർന്ന് അല്പസമയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ദ സൈൻ ഓഫ് ഹിസ് റിട്ടേൺ. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ഉള്ളതായ, വളരെ താല്പര്യമുള്ളതായ ഒരു വിഷയമാണ് അടയാളങ്ങൾ. അതിൻ്റെ കൂടി ഒരു വാക്ക് കൂടെ ചേർത്താൽ ആനന്ദം തോന്നും, അത്ഭുതങ്ങൾ. നമുക്കെല്ലാവർക്കും വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒന്നാണ്. എന്തടയാളമാണ് കാണുവാൻ പോകുന്നത്, എന്തത്ഭുതമാണ് സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത്. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള അടയാളങ്ങൾ എന്താണ് എന്ന ചിന്താവിഷയത്തിലേക്ക് ഇന്ന് നാം കടന്നു വരുമ്പോൾ കർത്താവിന്റെ ദാസന്മാർ എനിക്ക് അസൈൻ ചെയ്ത ദൈവവചനം മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായവുമാണ്. ബേസിക്കലി ഈ 2 അധ്യായങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എത്രയും വേഗം ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ ശുശ്രൂഷിക്കുന്ന കാൽഗറി കേരള ക്രിസ്ത്യൻ അസംബ്ലിയുടെ ദൈവ സഭയുടെ സ്നേഹ വന്ദനം നിങ്ങളെ അറിയിക്കുന്നു.
അതോടനുബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച കാൽഗറിയിൽ നടന്ന വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൽ വെച്ച് റിലീസ് ചെയ്ത ഞാൻ എഴുതിയതായ ഒരു പുസ്തകം അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ളതായ 30 ധ്യാന ചിന്തകൾ. ആ ഒരു മനോഹരമായ പുസ്തകം കൗണ്ടറിലുണ്ട്. ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ വചന പഠനത്തിന് വേണ്ടി അതും ഉപയോഗപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ഈ ദൈവവചന ധ്യാനവും കേൾവിയും നമ്മുടെ അന്തരാത്മാവിൽ നമ്മെ വിശ്വാസത്തിൽ വളർത്തുകയും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സാധാരണ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ പ്രസംഗര് പറയാറുണ്ട്, ഞാൻ പ്രസംഗം തുടങ്ങിയാണ്, നിങ്ങളെല്ലാവരും ബൈബിൾ അടച്ചു വെച്ചാട്ട്, എന്നെ മാത്രം ശ്രദ്ധിച്ചാട്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാം ബൈബിൾ തുറന്നു, അതിലെ വാക്യങ്ങൾ നോക്കിയോ? വാക്യങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ്? ഇവിടുന്ന് തിരിച്ചു പോയാലും ആ വാക്യങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ധ്യാനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം. അവിടെ കർത്താവായ യേശു താന് ഒലിവുമലയിലായിരിക്കുന്ന സമയത്ത് 3-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് യേശുവിനോട് ചോദിക്കുന്ന, തന്റെ ശിഷ്യന്മാർ യേശുവിനോട് പ്രത്യേകമായി ചോദിക്കുന്ന, അവരുടെ എല്ലാം നേതാവായിരിക്കുന്ന ലീഡറായിരിക്കുന്ന പത്രോസ് ആയിരിക്കാം ചോദിച്ചിട്ടുള്ളതായ ഒരു മനോഹരമായ ചോദ്യമാണ് നാം കാണുന്നത്. ആ ചോദ്യത്തിന്റെ 3 ഭാഗങ്ങള് ഇപ്രകാരമാണ്. കർത്താവായ യേശു യെരുശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകരപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളതായ യെരുശലേം ദേവാലയത്തിന്റെ നശീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ആ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, അല്ലയോ ഗുരുവേ, ആ സംഭവം എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയം മനോഹരമായി പണിയപ്പെട്ട ഈ ദേവാലയം അതെന്നാണ് അതിന്റെ അന്ത്യത്തെ കുറിച്ച് അങ്ങ് പറയുന്നത്. 2, നിന്റെ വരവിനും 3 ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് യേശുവിനോട് തന്റെ ശിഷ്യന്മാര് ചോദിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ തീം നാം കാണുന്നത്. നിന്റെ വരവിന്റെ അടയാളം എന്ത്? യേശുവിന്റെ ശിഷ്യന്മാരുടെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്. യേശുവേ, നിന്റെ വരവിന്റെ അടയാളം എന്താണ്? നമുക്കറിയാം, യേശു തന്റെ ശിഷ്യന്മാര് കഴിഞ്ഞ 3.5 വർഷം ദൈവവചനം ആഴമായി പഠിപ്പിച്ച അനന്തരം 3.5 വർഷം നടന്നതായ മുഴുവൻ ടീച്ചിങ്, ട്രെയിനിങ്, ആ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫൈനൽ ഗോളിലേക്ക് അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈനൽ ഗോളിലേക്ക് അവരെടുക്കുമ്പോൾ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ അവസാനത്തെ ചില അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവസാനത്തെ ഒരു ആഴ്ച, യേശുവിന്റെ മരണത്തിന് മുമ്പ് ഉള്ള ഒരു അവസാനത്തെ ആഴ്ചയാണല്ലോ ഏറ്റവും കൂടുതൽ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ട്രെയിൻ ചെയ്തത്. 26-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം നാം ഇപ്രകാരമാണ് കാണുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു. ഈ വചനങ്ങളൊക്കെയും പറഞ്ഞ് തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് 2 ദിവസം കഴിയുമ്പോൾ പെസഹ ആകുന്നു. യേശുവിന്റെ മരണത്തിന് 2 ദിവസം മുമ്പ് താന് ഒലിവുമലയിൽ ശിഷ്യന്മാരുമായിട്ടായിരിക്കുന്ന സമയത്ത് കൊടുത്ത ഒരു ദീർഘമായ ഉപദേശത്തിന്റെ സമ്മറിയാണ് 24, 25 അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3.5 വർഷം യേശു തന്റെ ശിഷ്യന്മാരെ കൊണ്ട് നടന്ന് എന്താണ് ദൈവരാജ്യം, ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ എന്താണ്, അതിന്റെ മെമ്പേഴ്സ് ആരാണ്, അതിന്റെ യോഗ്യതകൾ എന്താണ്, അവരുടെ ജീവിത ശൈലി എങ്ങനെ ആയിരിക്കണം, അവരുടെ ഈ ഭൂമിയിലുള്ള ദൗത്യം എന്താണ്, പിതാവായ ദൈവത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച്, അങ്ങനെ ദീർഘമായ ദൈവരാജ്യത്തിന്റെ വിഷയങ്ങളെ പഠിപ്പിച്ച് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ തന്നോട് ചോദിക്കുന്ന ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ മടങ്ങിവരവിന്റെ അടയാളം എന്താണ്?
ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ ചിന്ത പെട്ടെന്ന് പോയത് ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിലേക്കാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും സ്കൂളില്, യൂണിവേഴ്സിറ്റികളില് ഒരുപാട് വർഷങ്ങൾ പഠിച്ചവരാണ്. പലരും പഠിപ്പിച്ച പ്രൊഫസേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സെമസ്റ്റർ സ്റ്റുഡൻസിനെ എല്ലാം നന്നായിട്ട് പഠിപ്പിച്ചതിന് ശേഷം, ലെസൺസ് നന്നായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവസാനത്തെ ഒരു പരീക്ഷയുടെ സമയം അടുത്ത് വരുന്നുണ്ട്. അതിനു മുമ്പ് സാധാരണ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എക്സാമിന് വരുന്ന എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുമോ? എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ? ഏത് പാസേജിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്? എന്താണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? ഈ ഒരു ചോദ്യം അവരുടെ മനസ്സിൽ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, ഒരു ഫൈനൽ എക്സാം വരും, ആ ഫൈനൽ എക്സാമിൽ അവരാരും പരാജയപ്പെടരുത്, അവരാരും നിരാശപ്പെടരുത്, അവരാരും തോൽവി അടയരുത്. അവസാനം പരീക്ഷയിൽ എല്ലാവരും ജയിക്കണമെന്ന് അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് വളരെ ആഗ്രഹത്തോടുകൂടെ അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവേ നിന്റെ വരവിന്റെ അടയാളം എന്ത് എന്ന് ചോദിച്ചത്? ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അവരുടെ ജീവിതത്തെ ആകമാനം പിടിച്ചമർത്തുന്ന, അവരുടെ ചിന്തകളെ മുഴുവൻ പിടിച്ചു നിർത്തുന്ന, അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞ്, ഞാൻ പോയതുപോലെ മടങ്ങി വരും, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വേദന നിറഞ്ഞ ഭൂമിയിൽ, ഉപദ്രവങ്ങൾ നിറഞ്ഞ ഭൂമിയിൽ, എല്ലാ പ്രതിസന്ധിയുടെയും മധ്യത്തിൽ ഒരു ദൈവ പൈതലിന്റെ ആത്യന്തിക പ്രത്യാശ എന്ന് പറയുന്നത് ആത്മമണവാളന്റെ മടങ്ങി വരവും യേശുവിനോടുകൂടെ നിത്യതയിലായിരിക്കുന്നതാണ്. അതല്ലാതെ യാതൊരു പ്രതീക്ഷയും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലുള്ള ആ പ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടും. സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ ആഗ്രഹം അതാണെങ്കിൽ, ഇന്ന് പകൽക്കാല കർത്താവിനെ ആരാധിക്കുന്ന, അവനെ പിൻപറ്റുന്ന എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു ചിന്ത മാത്രം ഇതായിരിക്കണം: എന്റെ യേശുനാഥൻ എപ്പോൾ വരും? അവിടെ നിന്നാണ് മടങ്ങി വരുന്നത്. എങ്ങനെയാണ് എനിക്ക് തയ്യാറെടുക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഞാൻ ആ ദൈവരാജ്യത്തിൽ കാണുന്നത്? ദൈവമേ, ഞാൻ നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്, നിന്റെ വരവിൽ ഞാൻ കാണപ്പെടുവാനിടയാകണം. ആ ഒരു വലിയ ലക്ഷ്യത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്കെല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ഈ ചോദ്യം യേശുവിനോട് തന്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് ഉണ്ട്, ചില ടീച്ചേഴ്സിനോട് അവസാനം എക്സാമിന് ചില ക്ലൂ ചോദിച്ചാൽ അവർ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ സ്റ്റുഡൻസിനെ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാതെ നിങ്ങൾ വേണ കഷ്ടപ്പെട്ട് പഠിച്ചോണം. അത് ആദ്യം മുതൽ പഠിപ്പിച്ചത് മുതൽ അവസാനം മുതലുള്ള എൻ്റെ ടെസ്റ്റ് വായിച്ചു പഠിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോണം. ചില ടീച്ചേഴ്സ് ഉണ്ട്, ഒരു ക്ലൂ പോലും അവർക്ക് കൊടുക്കത്തില്ല, മുഴുവൻ അവരുടെ മേൽ ഏൽപ്പിച്ചു വിടുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഏത് സംശയവുമായി, ഏത് ചോദ്യവുമായി, ഏത് വേദനയുമായി, എന്തുകൊണ്ട് ദൈവമേ, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ്, ഹൃദയത്തിന്റെ വേദനയുടെ ഏത് ചോദ്യവുമായി യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നവരെ നിരാശയോടെ വിടുന്നവനല്ല. ആ ചോദ്യത്തിന് മറുപടി തന്ന് സംശയ നിവാരണം വരുത്തി പ്രത്യാശ പകർന്ന് ആത്മാവിൽ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് യേശുവിന്റെ വാക്കുകൾ. ആ മറുപടിയാണ് നാം ഈ അധ്യായത്തിൽ കാണുവാൻ ഇടയായി തീരുന്നത്. യേശുവിന്റെ മറുപടി തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി ഇടയായി തീരുന്നുണ്ട്. ഈ അടയാളങ്ങളെല്ലാം ഇന്ന് പകൽക്കാലം പറയുവാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് അതിന്റെ സമ്മറി പറഞ്ഞ് ഒരു ആപ്ലിക്കേഷനും കൂടെ നിങ്ങളെ ഓർപ്പിച്ച് അവസാനിപ്പിക്കുവാൻ ആണ് താല്പര്യപ്പെടുന്നത്. ഈ 24-ാമത്തെ അധ്യായത്തിൽ 8 വിധമായ സൈനുകൾ
കർത്താവായ യേശുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞു പോവുകയാണ്. 1:24 അധ്യായം 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ഒരു സ്പിരിച്വൽ വഞ്ചന നടക്കുവാൻ വേണ്ടി സാധ്യതയുണ്ട്. സ്പിരിച്വൽ ഡിസെപ്ഷൻ നടക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പലരും ഡിസീവ് ചെയ്യുവാൻ, ചതിക്കുവാനും വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള വാണിംഗ് അവിടെ കാണുകയാണ്. 2 അതിന്റെ 6-7 വാക്യങ്ങളിൽ നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. സാർവലോകത്ത് നടക്കുവാൻ വേണ്ടി പോകുന്ന ഒരു അൺറസ്റ്റിനെ കുറിച്ച്, അസമാധാനത്തെ കുറിച്ച്, വേദനാജനകമായ ഒരു അന്തരീക്ഷത്തെ കുറിച്ചുള്ള സൂചന യേശു അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ 9 വാക്യം, 24 അധ്യായം 9 വാക്യം, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കും, കൊല്ലുകയും എന്റെ നാമനിമിത്തം സകല ജാതികളും നിന്നെ പകയ്ക്കുകയും ചെയ്യും. ആ വേദന നിറഞ്ഞ് എപ്പോൾ യേശു മടങ്ങി വരും എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയുകയാണ്, അപ്രതീക്ഷിതമായ ഉപദ്രവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരു ഉപദ്രവത്തിന്റെ വാണിംഗ് അവിടെ യേശു കൊടുക്കുന്നുണ്ട്. 12 വാക്യം നോക്കിയാട്ട്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഒരു മോറൽ ഡീക്കേ സംഭവിക്കും. അസാൻമാർഗിക പ്രവൃത്തികൾ വർദ്ധിക്കും. ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊന്നും വിശദീകരിക്കുന്നില്ല, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുന്നു എന്ന് മാത്രം. 24 അധ്യായം 14 വാക്യം നോക്കിയാട്ട്, രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. സാർവലോകത്തും പ്രചരിക്കുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷത്വം അതെത്രമാത്രം ശക്തമായി പ്രചരിക്കുമെന്ന് ഉള്ളതിന്റെ അടയാളവും യേശു അവിടെ കൊടുക്കുന്നുണ്ട്. മുൻപോട്ട് പോകട്ടെ. 15 വാക്യം, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാകുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. എന്താണ് നാം അവിടെ കാണുന്നത്? ദ അബോമിനേഷൻ ഓർ ഡിസലേഷൻ, മ്ലേച്ഛതയുടെ യെരൂശലേം ദേവാലയത്തിൽ വരുവാൻ വേണ്ടി പോകുന്ന അശുദ്ധിയുടെ സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് അവിടെ കൊടുക്കുന്നുണ്ട്. 24-21 നോക്കാം. ലോകാരംഭം മുതൽ ഇതുവരെ ഉണ്ടാകാത്തതും ഇനിമേൽ ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്തതായ വലിയ കഷ്ടം ഇതാ എത്രയും വേഗം വരുവാൻ വേണ്ടി പോകുന്നു. ഒരു വലിയ ട്രിബുലേഷനെ കുറിച്ചുള്ള വെളിപ്പാട് യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. 29 വാക്യവും കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം വിട്ടിട്ട് അവിടെ നാം കാണുന്ന ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയാൽ, സൂര്യനെ നോക്കിയാൽ, ചന്ദ്രനെ നോക്കിയാൽ, നക്ഷത്രങ്ങളെ നോക്കിയാൽ ഒരു വലിയ വ്യത്യാസം വരുവാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. 8 സെക്കൻഡ് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ വളരെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഒരിക്കൽ ഒരു ടീച്ചർ തൻ്റെ സ്കൂളിൽ തൻ്റെ കുഞ്ഞുങ്ങളുമായി, സൺഡേ സ്കൂൾ ടീച്ചർ തൻ്റെ സൺഡേ സ്കൂൾ റൂമിൽ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ മടങ്ങി വരവ് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതിന്റെ അടയാളം എന്ത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് പഠിപ്പിക്കുവാനാണ് ടീച്ചർ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്നത്. അവരെ കൊണ്ട് അല്പം വർക്ക് അവിടെ ഇരുന്ന് ചെയ്യിക്കുകയാണ്. ഒരു പസിൽ ബോർഡ് അത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം എല്ലാം പീസ് ബൈ പീസായി വെതറിയിട്ടതിന് ശേഷം ആ കുഞ്ഞുങ്ങളോട് പറയാണ്, you have to fix every piece of puzzle and you will get the answer about the return of Jesus. ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല. അവരതെടുത്ത് ഓരോന്നോരോന്നായി വെച്ച് നോക്കി, ഇതെവിടെയും കൊള്ളുന്നില്ല. കുറെ എണ്ണം ബാക്കി വരുന്നു, കുറെ പീസുകള് മാറി മാറി കിടക്കുന്നു. ഇതെല്ലാം കൂടി എവിടെയാണ് നിൽക്കുന്നത്?
അതിന്റെ മറുഭാഗത്തൊരു മനോഹരമായ പിക്ചറുണ്ട്. എന്താണെന്നറിയാമോ? രാജാതി രാജാവായി മേഘവാഹനമാക്കി എത്രയും വേഗം ഇറങ്ങി വരുന്ന കോടാനുകോടി ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ കാഹളനാദത്തോടുകൂടെ ഇറങ്ങി വരുന്ന അനുഗ്രഹിക്കപ്പെട്ട തേജോമയനായ ദൈവത്തിന്റെ വെളിപ്പാട്. ഇന്ന് പകൽക്കാലം പല ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിലോ ദൈവ പൈതലേ, യേശു താൻ വാഗ്ദാനം ചെയ്തതുപോലെ അവൻ രാജാതി രാജാവായി കർത്താതി കർത്താവായി വാനമേഘത്തിൽ തന്റെ ജനത്തെ ചേർക്കുവാൻ അവൻ മടങ്ങി വരും. അവിടെയാണ് കംപ്ലീറ്റ് സംശയങ്ങൾക്ക് അവസാനം സംഭവിക്കുവാനിടയാകുന്നത്. ആമേൻ. എന്നാൽ ഈ 24-ാമത്തെ അധ്യായം ഇച്ചിരി വിശാലമായിരുന്ന് പഠിക്കുന്ന ആ സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ വചനം ചിന്തിക്കുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും അല്പം കൂടുതലായിട്ടിരുന്ന് പഠിക്കുന്നവർക്കുമുണ്ട്. കർത്താവിന്റെ വരവ് കർത്താവ് യേശുവൻ രണ്ടാമത്തെ വരവ് എന്നത് വളരെ കോമൺ ആയിട്ട് നാം പറയും. അപ്പോൾ തന്നെ കർത്താവൃദാസം പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞു, ഇതിന്റെ വ്യത്യസ്തങ്ങളായ സമയം ഉണ്ട്. ആദ്യമായിട്ട് സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത് കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി വരുന്നതായ വരവാണ്. അത് രഹസ്യപരമെന്നോ മധ്യാകാശപരമെന്നോ മേഘപ്രത്യക്ഷതയെന്നോ എന്ന് നാം അതിനെ വിളിക്കുമ്പോൾ കർത്താവ് യേശുവിന്റെ വരവിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അവൻ അക്ഷരികമായി 1000 ആണ്ട് തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി അവൻ ഈ ഭൂമിയിലേക്ക് തന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്ന ഒരു രണ്ടാമത്തെ ഭാഗമുണ്ട്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സിംഹാസനത്തിൽ വെള്ള സിംഹാസനത്തിൽ ഇരുന്ന സകല ജാതികളെയും ന്യായം വിധിച്ചതിന് ശേഷം സാത്താനെ ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് വിട്ട് സകല പാപികളെയും നിത്യനരകത്തിലേക്ക് വിട്ടതിന് ശേഷം പുതിയ ആകാശം പുതിയ ഭൂമിയും സ്ഥാപിക്കുവാൻ മടങ്ങി വരുന്ന ഒരു യേശുവിന്റെ വെളിപ്പാട് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഇതിലേത് വരവിന്റെ അടയാളത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? രഹസ്യവരവിനെ കുറിച്ചാണോ? അല്ല പരസ്യവരവിനെ കുറിച്ചാണോ? അല്ല വെള്ളസിംഹാസനായ വിധി കഴിഞ്ഞ് പൊതുവാന ഭൂമി സ്ഥാപിക്കുവാൻ കടന്നു വരുന്ന ആ യേശുവിനെ കുറിച്ചാണോ? ഏതടയാളമാണ് ഈ ദിവസങ്ങളിൽ നാം ഇവിടെ ചിന്തിക്കുന്നത്? എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മളാരും മഹോപദ്രവത്തിന്റെ അവസാനം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവര് ഇവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് യേശു ഈ ഭൂമിയിലേക്ക് വരുന്ന ആ സമയത്ത് യേശുവിനെ കാണുവാൻ അതിലേക്ക് നോക്കിയിരിക്കുന്നവരുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ എല്ലാം ഏക പ്രത്യാശ എന്ന് പറയുന്നത് അവൻ രാജാതി രാജാവായി തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ ഇറങ്ങി വരുന്ന സകല വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്ന ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുന്ന ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്ന ഈ നിമിഷത്തിൽ യേശുവിന്റെ വരവാണെങ്കിൽ നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ ഒരു വരവിന് വേണ്ടിയാണ് നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. എന്നാൽ വാത്സല്യ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 24:17 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. എപ്പോഴാണിത് സംഭവിക്കുന്നത്? ദാനിയേൽ പ്രവാചകന്റെ പ്രവചനം എവിടെയാണ് നിറവേറുന്നത്? മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് എന്നാണ് നിൽക്കുന്നത്? ഈ വെളിപ്പാടിനെ കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. സഭ എടുക്കപ്പെടുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു സംഭവമല്ല. മഹോപദ്രവ കാലത്ത് ഈ ഭൂമിയിൽ യെരുശലേമിൽ യഹൂദന്മാർ ചേർക്കപ്പെട്ട്
ആലയം പണിത് ആരാധന പുനഃസ്ഥാപിച്ച് ആരാധന യെരുശലേം ആലയത്തിൽ നടക്കുമ്പോൾ അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് അന്തിക്രിസ്തുവിനെ ആരാധിക്കുവാൻ വേണ്ടി കൽപ്പന പുറപ്പെടുമ്പോൾ വീണ്ടും മ്ലേച്ഛത ആലയത്തിൽ നടകൊള്ളുന്ന ഒരു കാലത്തിന്റെ സൂചനയല്ലേ അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത്. 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 10 മുതലുള്ള 13 മുതലുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അതിനുശേഷമുള്ള വാക്യമാണ് പ്രധാനം. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. താഴേക്ക് വായിക്കുമ്പോൾ എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഒരു നിമിഷം ഞാൻ ചോദിക്കട്ടെ, എന്നാണ് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നത്? എന്നാണ് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുന്നത്? എന്നാണ് ഭൂമിയിലെ സകല പണിയും വെന്തു പോകുന്നത്? ഈ ആകാശം മാറിപ്പോകുന്ന, ഭൂമി കത്തിയഴിയുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പുറപ്പെടുന്നത് എന്നാണ്? കർത്താവായ യേശുവിന്റെ രഹസ്യവരവിന് മുമ്പല്ല, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പുതുവാന ഭൂമിയിൽ ഒരു പുത്തൻ യെരൂശലേമിൽ എന്നും യേശുവിനോടുകൂടെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ആണ് വെളിപ്പാട്. എന്നാൽ ഇന്ന് ഇവിടെയായിരിക്കുന്ന നമുക്കുള്ള സന്ദേശം എന്താണ്? എന്ത് ആലോചനയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്? എന്നെ ദുരുപദേശക്കാരനെന്ന് വിളിക്കരുത്. ദൈവസഭയോട് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, യേശുവിന്റെ രഹസ്യവരവിന്റെ അടയാളങ്ങൾ അല്ല ഇവിടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 24 യേശു ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്ന, ഞാൻ പോയതുപോലെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ യേശുവിന്റെ വരവിങ്ങൾ നിറവേറുന്ന അടയാളങ്ങൾ വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 3 സെറ്റ് ഓഫ് അത്ഭുതങ്ങൾ അവിടെ നടക്കുകയാണ്, ജഡ്ജ്മെന്റ് നടക്കുകയാണ്. ഒന്ന്, അവിടെ 7 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ, 7 കാഹളങ്ങൾ ഊതുമ്പോൾ, 7 ക്രോധകലശം ഭൂമിയിലേക്ക്, ആകാശത്തിലേക്ക്, സമുദ്രത്തിലേക്ക്, നദിയിലേക്ക് ഒഴിക്കുമ്പോൾ ഈ 3 സെറ്റും ന്യായവിധി കൊണ്ട് ഈ ഭൂമിക്ക് സംഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുടെ നാളുകൾ. പത്രോസ് പറയാണ്, ആ കാലവും കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം സംഭവിക്കും, ഈ കാണുന്നതെല്ലാം മാറിപ്പോകും, ഒരു പുതിയ ലോകം വരും. എന്നാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നാം നോക്കി പാർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ 2 അടയാളവും അല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവന്റെ വ്യക്തിപരമായ വരവിന് വേണ്ടിയാണ്. അതല്ലേ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം വാത്സല്യ സഹോദരങ്ങളെ, അടയാളം നോക്കി യേശുവിനെ പിൻപറ്റുവാൻ പോയി കഴിഞ്ഞാൽ അറിയാത്ത അബദ്ധങ്ങളിൽ പലതും ചെന്നുപെടുവാൻ സാധ്യതയുണ്ട്. ഇതാ ക്രിസ്തു അവിടെ, അതാ ക്രിസ്തു അവിടെ, കള്ളപ്രവാചകൻ അവിടെ, ദുരുപദേഷ്ടാക്കന്മാർ ഇവിടെ, പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്നവൻ അവിടെ, മനുഷ്യനെ കൈയടിപ്പിക്കുന്ന മറ്റൊരു ഉപദേശക്കാർ ഇവിടെ, നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എന്റെ പോക്കറ്റിൽ കൊണ്ടുവരുവാനുള്ള എല്ലാ തത്രപ്പാടും കാണിച്ച് മനുഷ്യനെ ആത്മീകത്തിൽ നിന്ന് മാറ്റിമറിക്കുന്ന ഒരു വല്ലാത്ത ലോകത്ത് യേശു പറയാണ്, ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അടയാളമല്ല കർത്താവായ യേശുവിന്റെ വരവിന് ആധാരമായിരിക്കുന്നത് ആത്മനാഥനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. അടയാളങ്ങളല്ല കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ആത്മനാഥനെ കുറിച്ചുള്ള സ്നേഹമാണ്. നമുക്ക് വേണ്ടി കാൽവരി യാഗമായി തീർന്ന, അവസാനത്തുള്ള രക്തം നമുക്ക് വേണ്ടി തന്ന, ഞാൻ നിങ്ങളെ വീണ്ടും എന്റെ അടുക്കൽ ചേർക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ആത്മ മണവാളനായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഫോക്കസ് മുഴുവൻ. ആ യേശുവിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യുവാൻ കഴിഞ്ഞാൽ, യുദ്ധം നടക്കട്ടെ, ക്ഷാമം നടക്കട്ടെ, ഭൂകമ്പം നടക്കട്ടെ, മഹാവ്യാധി വരട്ടെ, ഇതൊന്നുമല്ല കർത്താവിന്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കുന്നത്. എന്റെ യേശുവിനോടുള്ള സ്നേഹം, എന്റെ യേശുവിനോടുള്ള സ്നേഹം, എന്റെ യേശുവിനെ കുറിച്ചുള്ള ദർശനം. ഈ
ക്യാമ്പിൽ മറ്റൊരടയാളവും കണ്ടില്ലെങ്കിലും ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ജീവനെ തന്ന ആത്മമണവാളന് വേണ്ടി കാത്തിരിക്കുവാൻ ഉള്ള ദർശനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയട്ടെ. ആ സ്നേഹം നമ്മിൽ ഇന്ന് പകൽക്കാലം വർദ്ധിക്കട്ടെ. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അടയാളമല്ല, അത്ഭുതമല്ല, കാൽവറി യാഗമായി തീർന്ന ആ യേശുനാഥനായിരിക്കട്ടെ നമ്മുടെ മുഴുവൻ ഫോക്കസും. ഒരടയാളവും കണ്ടില്ലെങ്കിലും ഒരത്ഭുതവും കണ്ടില്ലെങ്കിലും യേശുവിനെ ആഴമായി സ്നേഹിച്ചുകൊണ്ട് അവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് യോഹന്നാൻ പറയുന്നത് പോലെ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷരായവർക്കും നാം രൂപാന്തരപ്പെടും. വാനമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാൻ നാം എടുക്കപ്പെടും. എന്നാൽ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചിന്തകള്, നിരാശകൾ വരുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ശിഷ്യന്മാരെ പോലെ നമ്മൾ ചോദിച്ചു പോകും. എന്നാൽ നമ്മോടടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു സ്നേഹവാനായ ദൈവം ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആഴമായ ഹൃദയത്തിന് എന്ത് ചോദ്യമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലമായി യേശുവിനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. തോമസ് അപ്പോസ്തലൻ യേശു ഉയർത്തെഴുന്നേറ്റ് മടങ്ങി വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, അവന്റെ മാറിടത്തിൽ കൈയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. നിന്റെ സംശയങ്ങളെ മാറ്റുവാൻ അവിടെ വരുന്ന ഒരു യേശുവുണ്ട്. ഇന്ന് പകൽക്കാലം വാനമേഘേ മടങ്ങി വരുന്ന ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കൊടുക്കാം. നമ്മുടെ കാര്യങ്ങൾ വ്യക്തി അല്പസമയം കർത്താവിന് മഹത്വം കൊടുക്കാം. അടയാളമല്ല, അത്ഭുതങ്ങളല്ല, അതിനെ കുറിച്ച് നമുക്കിന്ന് പകൽക്കാലം ജീവൻ തന്ന യേശുവിനെ കുറിച്ചുള്ള സ്നേഹം അതിന്ന് പകൽക്കാലം വർദ്ധിക്കട്ടെ. യേശു ഇതാ അടുക്കൽ വാതുക്കൽ. അത് ഈ നിമിഷത്തിൽ സംഭവിക്കാം. ഏത് നിമിഷമായിരുന്നാലോ അവന്റെ മക്കൾ അവനോടുകൂടെ പറന്നീസിലേക്ക് പറന്നു കയറും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ്